ഹേ ഗായ്സ്, അങ്ങനെ രാവിലെ തുടങ്ങിയ യാത്രയുടെ ഭാഗമായിട്ട് നമ്മൾ ധനുഷ്കോടി എത്തി. ധനുഷ്കോടിക്ക് പിന്നെ ഒരുപാട് ചരിത്രങ്ങൾ പറയാനുണ്ട്. എന്തുകൊണ്ടാണ് കുറെ നേരമായിട്ട് ഈ പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടം കാണിച്ചുകൊണ്ടിരിക്കുന്നതല്ലേ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? വേറെ ഒന്നും കൊണ്ടല്ല, ഇവിടെ എന്താണ് മെയിൻ ആയിട്ട് കാണിച്ചു തരുന്ന സാധനം. പണ്ട് കാലത്ത് ഈ പൊട്ടിപ്പൊളിഞ്ഞമാരൊന്നും അല്ലായിരുന്നു ധനുഷ്കോടി. അത് പിന്നെ 1962 ഒരു സുനാമി വന്ന കാരണം മൂഞ്ചി ആയതാണ് ഇങ്ങനെ. അതുവരെ ഇതൊരു പ്രതാപ നഗരമായിരുന്നു. ഇപ്പൊ ഈ കാണുന്നത് ആ കാലത്ത് റെയിൽവേ സ്റ്റേഷനാണ്. ഇപ്പൊ ഇവിടെ റെയിൽവേ സ്റ്റേഷൻ പോയിട്ട് റെയിൽവേ ട്രാക്ക് പോലും ഇല്ല. 1962 വന്ന സുനാമിയും ചുഴലിക്കാറ്റൊക്കെ പാടെ കൂടിയിട്ട് ഉണ്ടായിരുന്ന ഏറെക്കുറെ 1800 ആളുകളെ ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാണ്ടാക്കി. ശ്രീലങ്കയിൽ നിന്ന് വെറും 10 കിലോമീറ്റർ മാത്രം ദൂരം പങ്കിടുന്ന ആ കാലത്ത് ഏറ്റവും കൂടുതൽ ബിസിനസ്സുകൾ നടന്നിരുന്ന വലിയൊരു നഗരമായിരുന്നത്. പക്ഷേ ആ ഒറ്റ രാത്രി കൊണ്ട് എല്ലാം തകിടം പറഞ്ഞു. ഇപ്പം അറിയപ്പെടുന്നത് വെറും ഗോസ്റ്റ് ടൗൺ എന്ന പേരിലാണ്. പേര് പോലെ തന്നെ ആ കാലത്തെ ഓർമ്മകൾ പങ്കിടുന്ന കുറച്ച് പൊട്ടിപ്പൊളിഞ്ഞ കെട്ടിടങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവിടെ അവശേഷിക്കുന്നുള്ളൂ. അതിന്റെ സൈഡുകളിലായിട്ട് നമുക്ക് കടലും കടകളൊക്കെ കാണാൻ പറ്റും. ഇവിടെ പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം ഈ ശംഖു കൊണ്ടുള്ള ഓരോ ഐറ്റംസ് ഒക്കെയാണ്. നമ്മൾ വന്ന നേരം പിന്നെ കുറച്ച് ഓവർ നേരത്തെ കാരണത്താൽ എല്ലാ കടകളും തുറന്നിട്ടില്ല. പിന്നെ ഇതുകൂടെ നടന്ന് കാണാൻ നല്ല രസമാണ്. നേരത്തെ കണ്ട റെയിൽവേ സ്റ്റേഷന്റെ കുറച്ച് ഇപ്പുറത്തായിട്ടാണ് പിന്നെ നമ്മൾ കണ്ട ചർച്ച് ഉള്ളത്. ഇതിന്റെ സൈഡ് കൂടെ അങ്ങനെ മനോഹരമായിട്ടുള്ള കുറെ കടകളും ആ കടലും അങ്ങനെയുള്ള കുറെ കാഴ്ചകളൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സാധനം തന്നെയാണ്. നമ്മുടെ വലിയപ്പോഴത്തെ കടയിൽ കാര്യമായിട്ടുള്ള അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പിന്നെ ഇവിടെ അലാക്കിന്റെ കാറ്റാണ്. ആ കാറ്റിനാണെങ്കിൽ ചെറിയൊരു ഉപ്പിന്റെ ചുവയുണ്ട്. അങ്ങനെ നമ്മളെ കുറച്ച് നേരത്തെ കാണലും ഫോട്ടോക്കെല്ലാം കഴിഞ്ഞ ശേഷം നമ്മൾ അവിടെ നിന്ന് മെല്ലെ വിട പറയാണ്. നമുക്കാണെങ്കിൽ അടുത്ത സ്ഥലവും കാണാണ്ട് ഇപ്പൊ തന്നെ നല്ല വെയിൽ ഉദിച്ചു വന്നിക്കണു. പിന്നെ നമ്മളെ വണ്ടിയാണ് നമ്മളവിടെ കാത്തുക്കാണ്. അപ്പോൾ ഓക്കെ എന്നാ പോയോട്ടെ.